ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 103 അധ്യായം 3 തിരുവചനങ്ങൾ. കർത്താവ് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പുണ്യവഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം പറയാണ്, നീ എത്ര പാപത്തിൻ്റെ പടുകുഴിയിലാണെങ്കിലും മക്കളെ, ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ആരാണ് ഇങ്ങനെ നമ്മളോട് പറയാനുള്ളത്? തെറ്റ് ചെയ്യുമ്പോൾ സാരമില്ല കുഞ്ഞെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആരാ ഉള്ളേ? കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ചെയ്തതാണ്. അവനെ കൊന്നുകളഞ്ഞ അവൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തെ നോക്കി അവൻ ക്ഷമിക്കുന്ന കണ്ടില്ലേ? വിശുദ്ധരുടെ ജീവിതമൊക്കെ അങ്ങനെയാണ്. ക്ഷമിച്ച് സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതം കാണിച്ചു തരുന്നേ. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ ഈ പാപമൊക്കെ ഇങ്ങനെ വഹിച്ച് ജീവിക്കുന്നത്? തെറ്റുപറ്റാത്ത ആരുമില്ല, പക്ഷേ അനുതാപം ഉണ്ടാകുന്നതാണ് ആത്മീയത എന്ന് പറയുക. ഈശോ ക്ഷമിക്കാൻ തയ്യാറാണ്. വചനം പറഞ്ഞു കേട്ടില്ലേ? കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നമ്മുടെ പാതി രോഗങ്ങൾക്കും കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. അതുകൊണ്ട് കുറെ കൂടെയൊക്കെ മാനസികമായ ഉണർവ്, ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ പാപങ്ങളെല്ലാം ഒന്ന് തുറന്നു പറയാനും ആത്മീയ രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുവാനും നല്ല ഉണർവുള്ള മനുഷ്യരായി യേശുവിൻ്റെ ഉദ്ധാനത്തെ ധ്യാനിച്ച് ജീവിക്കുവാനും കൃപയേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.